നമസ്കാരം. മോദിക്ക് ഇതെന്തു പറ്റി പേരുമാറ്റം? മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ ഈ പേരുമാറ്റമൊക്കെ? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് രാഷ്ട്രപിതാവിനെ വെട്ടാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പുതിയ പേര് നൽകാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ പേര് കേൾക്കുന്നത് BJPക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നു എന്നതിനുള്ള തെളിവാണ് പേരുമാറ്റമെന്ന KC വേണുഗോപാൽ MP കുറ്റപ്പെടുത്തൽ. സത്യത്തിൽ ഇപ്പോൾ തോന്നിപ്പോകുന്നു അത് അർത്ഥവത്താണ് എന്ന്. 2 പതിറ്റാണ്ട് പഴക്കമുള്ള മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ബിൽ 2025 എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. 2005 അന്നത്തെ UPA സർക്കാർ ആരംഭിച്ച ദേശീയ തൊഴിലുറപ്പ് പദ്ധതി 2009 ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് മാറ്റിയത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായിട്ട് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന നിരവധി തൊഴിലാളികൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മാറി. നിലവില് 100 ദിവസം ഉറപ്പു നൽകുന്ന ജോലി 125 ആയിട്ട് ഉയർത്താനാണ് പുതിയ ബില്ല് പ്രകാരമുള്ള ഒരു നിർദ്ദേശം വരുന്നത്. ജോലി പൂർത്തിയായി ഒരാഴ്ചയ്ക്കുള്ളിലോ 15 ദിവസത്തിനുള്ളിലോ തൊഴിലാളികൾക്ക് പണം നൽകണമെന്ന് പുതിയ ബില്ലിൽ നിഷ്കർഷിക്കുന്നുമുണ്ട്. സമയപരിധിക്കുള്ളിൽ പണം നൽകിയില്ല എങ്കിൽ തൊഴിലാളികൾക്ക് തൊഴിലില്ലായ്മ വേതനത്തിനടക്കം വ്യവസ്ഥയും ഇതിനകത്ത് വെക്കുന്നുണ്ട്. പദ്ധതിക്ക് കീഴിലുള്ള ജോലികളെ ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, ഉപജീവന അടിസ്ഥാന സൗകര്യങ്ങൾ, ദുരന്ത പ്രതിരോധം എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി തിരിക്കുമെന്നാണ് പുതിയ ബിൽ നിർദ്ദേശിക്കുന്നത്. സുതാര്യത ഉറപ്പാക്കാൻ ബയോമെട്രിക്സും ജിയോ ടാഗിങ്ങും ഇതിനകത്ത് ഉപയോഗിക്കുന്നു. വിവിധ തലങ്ങളിൽ പരാതി പരിഹരിക്കുവാനുള്ള വ്യവസ്ഥ കൂടി ഇതിനകത്ത് വെക്കുന്നുണ്ട്. ബില്ല് പ്രകാരം 60:40 എന്ന രീതിയിൽ പദ്ധതി വിഹിതം ഉണ്ടാക്കാൻ പോകുന്നു. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ ഒരു വീതം വെപ്പ് ഉണ്ടാകുന്നു. നേരത്തെ ഈ പദ്ധതി വിഹിതത്തിന്റെ 100% വഹിച്ചിരുന്നത് കേന്ദ്ര സർക്കാരായിരുന്നു. ആ പണം നൽകിയിരുന്നത് കേന്ദ്ര സർക്കാരായിരുന്നു. എന്നാൽ ബില്ല് പ്രാബല്യത്തിൽ വന്നാൽ പദ്ധതിയുടെ 40% വിഹിതം സംസ്ഥാനങ്ങൾ വഹിക്കണം. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ പദ്ധതി വിഹിതം 90:10 എന്ന അനുപാതത്തിൽ വീതിക്കും. പദ്ധതി വിഹിതത്തിൽ മാറ്റം വരുത്തിയെങ്കിലും വേതന നിരക്ക് പഴയപടി തുടരുകയും ചെയ്യും. വർഷത്തിൽ 100 തൊഴിൽ ദിനം എന്നത് 125 തൊഴിൽ ദിനമാക്കി ഉയർത്താനാണ് ബില്ലിലെ നിർദ്ദേശമെന്ന് പറയപ്പെടുന്നത്. പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നതിനും അവലോകനം ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായിട്ട് കേന്ദ്ര സർക്കാരിന് കീഴിൽ കേന്ദ്ര ഗ്രാമീണ റോസ്ഗാർ ഗ്യാരണ്ടി കൗൺസിലും സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ സംസ്ഥാന ഗ്രാമീണ റോസ്ഗാർ ഗ്യാരണ്ടി കൗൺസിലുകളും രൂപീകരിക്കുന്നതിന് പുതിയ ബിൽ വ്യവസ്ഥ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇതോടൊപ്പം കേന്ദ്ര സംസ്ഥാന തലത്തിലെ സംയോജനത്തിനായിട്ട് ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയും പുതിയ നിയമനത്തിനുള്ളിൽ രൂപീകരിക്കാൻ പോകുന്നു. നേരത്തെ കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയമായിരുന്നു ഈ പദ്ധതിയെ നിയന്ത്രിച്ചിരുന്നത്. ജലസുരക്ഷ ഉറപ്പുവരുത്തുന്ന ജോലികൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന നടപടികൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന ജോലികൾ, തീവ്രമായിട്ടുള്ള കാലാവസ്ഥാ സംഭവങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള പ്രത്യേക പ്രവർത്തനങ്ങൾ എന്നീ 4 മുൻഗണനകളുടെ അടിസ്ഥാനത്തിലാണ് തൊഴിലുകൾ തരംതിരിച്ചിരിക്കുന്നത്. ഇവയ്ക്ക് കീഴിൽ വരുന്ന തൊഴിലുകൾക്കായിരിക്കും പുതിയ ബില്ലനുസരിച്ച് അംഗീകാരം ലഭിക്കുക. തൊഴിലവസരങ്ങളും സുസ്ഥിരമായ ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തുകയാണ് പുതിയ നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. 60 ദിവസത്തെ ജോലി രഹിത സമയം പുതിയ ബില്ലിൽ നിർബന്ധമാണ്. കാർഷിക വിളവെടുപ്പിന്റെ സമയത്ത് തൊഴിൽ ക്ഷാമം ലഘൂകരിക്കുന്നതിനാണ് ഇത് സംഭവിക്കുന്നത്. മാത്രമല്ല വർഷത്തിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ 125 ദിവസത്തിന്റെ തൊഴിൽ ഗ്യാരണ്ടി ഈ ബില്ല് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. അതേസമയം ഈ സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ കൂടുതൽ ബാധ്യത സൃഷ്ടിക്കുകയാണ് ഈ പുതിയ ബില്ല് കൊണ്ട് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം വന്നു കഴിഞ്ഞു. കേരളത്തിന് മാത്രം ഏകദേശം 2500 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാക്കുമെന്ന് തന്നെയാണ് രാജ്യസഭാംഗമായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് അടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചത്. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളാണ് ഗാന്ധിജി എന്നും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതിന് പിന്നിലെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നും പ്രിയങ്ക ഗാന്ധി പറയുന്നു. പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുമ്പോഴും സർക്കാർ പേരുമാറ്റത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ലജ്ജാകരമാണ് എന്ന് അവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഗ്രാമീണരായ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയിൽ നിന്ന് മഹാത്മാവിന്റെ പേര് നീക്കം ചെയ്യുന്നത് ഈ ആശയങ്ങൾ തമ്മിലുള്ള അഗാധമായ ബന്ധത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്നും അദ്ദേഹത്തിന്റെ അന്ത്യശ്വാസത്തിൽ ഉതിർന്നതും രാമമന്ത്രമായിരുന്നുവെന്നും ഇല്ലാത്ത ഒരു ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ട്
ആ മഹത്തായ പാരമ്പര്യത്തെ നമുക്ക് അനാദരിക്കാതിരിക്കാമെന്നുമാണ് ശശി തരൂർ ഇതിനോട് പ്രതികരിച്ചത്. ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അജണ്ടയിൽ കഴിഞ്ഞ ദിവസം ഉൾപ്പെടുത്തിയെങ്കിൽ കൂടിയും പ്രതിപക്ഷം ശക്തമായിട്ട് പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചതോടുകൂടി ബില്ല് അവതരിപ്പിച്ചില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് മോദി ഇങ്ങനെ ബില്ലുകൾക്ക് മാത്രമല്ല പേരുകൾ പോലും റോഡുകളുടെ ആകട്ടെ, സ്ഥലങ്ങളുടെ ആകട്ടെ, പല ഇടങ്ങളുടെ ആകട്ടെ, പല കെട്ടിടങ്ങളുടേതാകട്ടെ ഇങ്ങനെ പേര് മാറ്റിക്കൊണ്ടേയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ലജ്ജാകരമാണ് എന്ന് പറയുന്നതിന് അങ്ങനെ തന്നെയാണ് അതിനെ സൂചിപ്പിക്കേണ്ടത്. അല്ലാതെ എന്ത് പറയാനാ? കാലാകാലങ്ങളായി വരുന്ന ഒരു സംഭവത്തെ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഈ സംവിധാനങ്ങളെയൊക്കെ അനാദരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പേരുമാറ്റത്തിലൂടെ. അവിടെ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് തെറ്റുന്നു. നിങ്ങൾ ആരെയാണോ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നത്, അത് നിങ്ങളെ തന്നെയാണ് തിരിഞ്ഞുകൊത്തുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മോദി ആണെങ്കിലും അമിത്ഷാ ആണെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ബുദ്ധിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. സർക്കാർ പേരുമാറ്റത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് ലജ്ജാകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതും രാഷ്ട്രപിതാവിന്റെ പേരിലുള്ള പദ്ധതിയുടെ പേര് മാറ്റാൻ കാണിക്കുന്ന ഈ തിടുക്കം അത് എന്തിനാണ് എന്ന് ഭൂരിപക്ഷം ജനത്തിനും മനസ്സിലാകുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. പറയാനൊരു പൈതൃകമില്ലാത്തതിന്റെ പേരിലാണ് എങ്കിൽ ഇത് നിങ്ങളുടെ ഗതികേടെന്നല്ലാതെ എന്ത് പറയാൻ? ഇത് BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ശുദ്ധ ഗതികേടാണ്. നമുക്ക് മഹാത്മാവായ മഹാത്മാഗാന്ധിജിയോട് പറയാം, മഹാത്മാവേ മാപ്പ്.